നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി പറഞ്ഞ ആളിനെ ഞാൻ വിവാഹം കഴിച്ചോളാന്ന് വാക്ക് തന്നതല്ലേ, പിന്നെന്താ? അതല്ലേ മുത്തശ്ശിക്ക് വേണ്ടത്? പക്ഷേ ആ വിവാഹം വരെ ഞാൻ ഈ വീട് ഉപേക്ഷിച്ചിട്ട് വരില്ല. അതുവരെങ്കിലും ഞാനൊന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. നീ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ മോളെ. നമ്മളായിട്ട് അത് വഷളാക്കാൻ അവസരങ്ങൾ കൊടുക്കരുത് ഗംഗെ. വേണ്ട മുത്തശ്ശി, എന്റെ മനസ്സ് മാറ്റി ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കണ്ട. ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിയാലും ഇവിടെ നിന്നാലും എന്റെ മനസ്സിലെല്ലാം ഒരുപോലെ ആയിരിക്കും. പിന്നെ ആരോടാ മുത്തശ്ശി വാശി കാണിക്കുന്നത്? ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി വരുന്നതോടെ ഗംഗയുടെ മനസ്സ് മരിക്കും. പിന്നെ ജീവിക്കുന്നത് ജീവനില്ലാത്ത, സ്വപ്നങ്ങളില്ലാത്ത ജീവച്ചവായ ഗംഗയായിരിക്കും. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? നീ എന്താ എന്നോട് വാശി തീർക്കാണോ? എന്തിന്? എനിക്ക് വാശി എന്നോട് മാത്രം. ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് തരാതെ എന്നെ കളിയാക്കി ചിരിക്കുന്ന ആ ശക്തിയോട്. ഗംഗയെ തോൽപ്പിച്ച് എന്റെ മനസ്സിലെ കണ്ണീര് കണ്ട് സന്തോഷിക്കുന്നത് ആരായാലും അങ്ങനെ ചെയ്യട്ടെ. ഒരെതിർപ്പും പറയാതെ എല്ലാം അനുഭവിക്കാൻ നിന്ന് തരുഞ്ഞ്. പക്ഷെ ആ ദിവസം വരെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം. മാളും മഹിയേട്ടനുള്ള ഈ വീട് എനിക്ക് ദേവാലയം പോലെയാ. അതിന്റെ സമാധാനം മറ്റാർക്കും മനസ്സിലാവില്ല. നീ എന്താ മോളെ ഈ മുത്തശ്ശിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലും ഇല്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ വാക്കിനെതിരായി ഞാനൊന്നും ചെയ്യില്ല. മുത്തശ്ശി പറഞ്ഞ ആളിനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്ന എൻ്റെ വാക്ക് എന്തൊക്കെ വന്നാലും ഞാൻ അനുസരിക്കും. പക്ഷേ മുത്തശ്ശി എന്നോട് അല്പം കരുണ കാണിക്കണം. അതുവരെ മാത്രം എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. ഗംഗെ, പക്ഷെ നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം? അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല് മാത്രം. ഒന്നും ഉണ്ടാവില്ല. എന്റെ ഈ വാശി ദോഷത്തിനാ മോളെ. ഇല്ല മുത്തശ്ശി, വിവാഹം കഴിയുന്നവരെങ്കിലും എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. നീ മുത്തശ്ശിയുടെ കാല് പിടിക്കുക. എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.